ഒരു തുള്ളി എണ്ണ ചേർക്കാണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ കമോൺ, 3 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കുക. ശേഷം തിളപ്പിച്ച വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ച് നല്ലോണം കുഴയ്ക്കുക. സ്പൂൺ വെച്ച്, കൈ വെച്ച് ചെയ്ത് പണി പാളും ഗൈസ്. അപ്പോൾ നല്ലോണം സ്പൂൺ വെച്ച് ഇളക്കിയ ശേഷം ചെറുതായിട്ടൊന്ന് കൈ വെച്ച് വെള്ളം മതിയൊന്ന് നോക്കാൻ ഒന്ന് ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ്സ് അടച്ച് വയ്ക്കാം. ചൂട് ഒന്ന് സെറ്റിലായ ശേഷം നമ്മൾ വീണ്ടും കൈ വെച്ച് നല്ലോണം കുഴയ്ക്കുക. അതേ കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ പെടാണ്ട് വരണം കേട്ടോ. എന്നിട്ട് നല്ലോണം കുഴച്ച മാവ് എഗെയിൻ 5 മിനിറ്റ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് പരത്താം. ഞാൻ പരത്താൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ പറഞ്ഞു ഒന്ന് മാറി നിൽക്കുമോ, ഞാൻ പരത്തി തരാമെന്ന് പറഞ്ഞു. അമ്മ അതേ നൈസായിട്ടെല്ലാം പരത്തിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടാകുമ്പോൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ചെറുതായിട്ടാവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ബബിൾസ് വരുമ്പോൾ വീണ്ടും തിരിച്ചിടുക, വീണ്ടും തിരിച്ചിടുക. ദേ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഡു ട്രൈ. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്ന ചപ്പാത്തിയാണ്. സോ ഡു ട്രൈ ഇറ്റ്. ബൈ.